മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ് നേരത്തെ 2019 മഴ തിമിർത്തു പെയ്ത ജൂലൈ 29-ന് സുർജിത്ത് അയ്യപ്പത്തും പ്രകാശുമടങ്ങുന്ന 24 വാർത്താസംഘം ചൂരൽമലയിലും മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തുമെത്തിയിരുന്നു. പ്രകൃതിയിലുണ്ടായ മാറ്റം മുന്നറിയിപ്പെന്ന് സുർജിത്ത് വിളിച്ചു പറഞ്ഞു. അന്ന് അസാധാരണമായ മഴപ്പെയ്ത്തായിരുന്നു, വലിയ രീതിയിൽ മഴപ്പെയ്ത്ത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇവിടെ പുഴ വല്ലാത്ത അസാധാരണമായ രീതിയിൽ ഒഴുകുന്നു എന്ന് പറഞ്ഞിങ്ങനെ പുഴ ഇങ്ങനെ കുത്തിയൊലിച്ചൊഴുകുകയാണ്, ചുവന്ന വെള്ളമാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് വന്നു, ഞാൻ അന്ന് പാലാണ്, ഈ പാലത്തിൻ്റെ ഇവിടെ വന്നു, വിഷ്വൽസൊക്കെ എടുത്തു. പ്രകൃതി മനോഹാരിത കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കുമൊക്കെ മുൻപും പല തവണ എത്തിയിട്ടുള്ള സുർജിത്ത് എപ്പോഴത്തെയും പോലെ അന്നും സ്വന്തം മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി. പക്ഷേ ഉരുൾ എല്ലാം തകർത്തിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രദേശത്ത് വരുമ്പോൾ ആ പാലത്തിനെ കണക്ട് ചെയ്യുന്ന ആ റോഡാണത്. ആ റോഡ്, അതിനകത്തൊരു പച്ച നെറ്റ് കാണാം, നമുക്ക് ഒരു ഏലത്തോട്ടാണ്, ഏലത്തോട്ടത്തോട് ചേർന്നൊരു പച്ച നെറ്റ് കാണാം. അത് മാത്രമാണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഈ സ്ഥലം. മഴപ്പെയ്ത്തിൽ ആശങ്കയറിയിച്ച നാട്ടുകാരോട് സുർജിത്ത് അന്ന് വിശദമായി സംസാരിച്ചു. അവരിൽ പലരും ഇന്ന് അവശേഷിക്കുന്നില്ല എന്നത് നടുക്കുന്ന വേദനയോടെയല്ലാതെ സുർജിത്തിന് ഓർക്കാനാകുന്നില്ല. രമേഷ് പറഞ്ഞത്, കുമാരൻ വയനാട് എന്ന് പറഞ്ഞ ചേട്ടനെ കൈ ഷെയ്ക്ക് ഹാൻഡ് കൊടുപ്പിച്ച്, മൂപ്പര് നല്ല കലാകാരനാണ്, നമുക്ക് മൂപ്പരെ ചാനലിൽ നന്നായി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞതാ. ആ ചേട്ടനൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ ജീപ്പിൽ വന്ന 2-3 പേരും ഇല്ല, അവരുടെ കുടുംബാംഗങ്ങളും ഇല്ല. ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ട്, രക്ഷപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളില്ല. എല്ലാവരും മണ്ണിൽ ആയി. ചിലരുടെ ബോഡി കിട്ടി, ചിലരെ കിട്ടിയിട്ടില്ല. അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇവിടെ സംസാരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറുകയാണ്. നമ്മൾ മാധ്യമപ്രവർത്തകരാണല്ലോ, നമുക്ക് കരയാൻ പറ്റില്ലല്ലോ. ചൂരൽമലയിൽ നിന്ന് മടങ്ങുമ്പോഴും ആ അസാധാരണ മഴപ്പെയ്ത്ത് ഉള്ളിൽ അങ്ങനെ കിടന്ന് തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരുന്നു. ഉണ്ടാകരുതേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ആ വിളി ഒടുവിലെത്തി, ഇടുത്തി പോലെ. ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, 12:39 വരെ ഈ നിമിഷം വരെ പ്രശ്നങ്ങളില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നമ്മൾ എന്തോ ഒരു ദുരന്തം വരുന്നു എന്നുള്ള ഒരു ഉൾവിളി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഉണ്ടായിട്ടുണ്ട്. അത് എന്നിട്ട് ഒരു 1:30 നേരത്താണ് എന്നെ രമേഷ് വിളിക്കുന്നത്. 1:30 ആ സമയം ഏകദേശം ഫസ്റ്റ് പൊട്ടൊരു സമയം. ഞങ്ങളിപ്പോൾ ഇപ്പോഴും പിന്നെ അപകടത്തിലാണ് ഇരിക്കുന്നത്. മരണത്തെ മുഖാമുഖം വീണ്ടും കാണാൻ, കാരണം വീണ്ടും ഉരുള് പൊട്ടിയിരിക്കുകയാണ് മുണ്ടക്കൈയിൽ ഈ സമയത്തും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ നമുക്ക്. ദുരന്തഭൂമിയിൽ നിന്ന് മൃതദേഹങ്ങൾ ഒന്നൊന്നായി കണ്ടെടുക്കുമ്പോഴും കുരുന്നുകളുടെ ചേതനയറ്റ ശരീരം കൺമുന്നിലൂടെ കൊണ്ടുപോകുമ്പോഴും വിറങ്ങലിച്ചു, മാറിയിരുന്നു പൊട്ടിക്കരഞ്ഞു. ഈ നാടിനെ നെഞ്ചേറ്റിയ സുർജിത്തിനെ പോലുള്ള മാധ്യമപ്രവർത്തകർക്കും അതിജീവനത്തിന് മാനസിക പിന്തുണ ആവശ്യമുണ്ട്. നമുക്ക് ചേർത്തു നിർത്താം. ടീം 24.